മികച്ച തിരക്കഥാകൃത്തിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സമുദ്രക്കനി തന്റെ ആദ്യ ചിത്രമായ നാടോടികളുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു, ഈ ചിത്രത്തിനു നിശ്ചയിച്ച നടി തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും ആശയവിനിമയം ശരിയാകുന്നില്ലെന്നും പറഞ്ഞ് ഒരു വാക്കും പറയാതെ പോയി. അതുകൊണ്ട് സംസാരിക്കാനും കേൾക്കാനും കഴിയാത്തൊരാളെ നായികയാക്കുകയാണ്. കലയിൽ ആശയവിനിമയത്തിന് ഭാഷ വേണോ എന്ന് നമുക്ക് കാണാം. നാടോടികൾ വമ്പൻ ഹിറ്റായി. അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടു. 2 ഫിലിംഫെയർ അവാർഡുകളും ഹോളിവുഡ് സിനിമയും അഭിനയെ തേടി വന്നു. ഇപ്പോൾ ജോജു ജോർജ് രചനയും സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ശ്രദ്ധിക്കപ്പെട്ടു ഈ ഹൈദരാബാദുകാരി. അച്ഛനും അമ്മയും ആദ്യമൊന്നും തിരിച്ചറിഞ്ഞില്ല എനിക്കു കേൾവിശക്തിയില്ല എന്ന്. വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, വലിയ ശബ്ദങ്ങൾ കേട്ടാൽ പോലും ഒരു പ്രതികരണവുമില്ല എന്നെല്ലാം കണ്ടതോടെയാണ് കേൾവിശക്തി പരിശോധിക്കുന്നത്. കേൾവിയില്ല എന്നത് അവർക്കൊരു ഷോക്കായിരുന്നു. എങ്കിലും എന്നെ സിനിമാ നടിയാക്കുക എന്ന മോഹം അച്ഛൻ ഉപേക്ഷിച്ചില്ല. ഞാനും അത് വിടാൻ തയ്യാറായിരുന്നില്ല. കേൾക്കാനും മിണ്ടാനും കഴിയാത്ത മകളെ സിനിമാ നടിയാക്കാൻ മോഹിക്കുന്ന അച്ഛനെ പലരും പരിഹസിക്കുമായിരുന്നു. അച്ഛനും അമ്മയും സംസാരിക്കുന്നത് കണ്ടാണ് ഞാൻ ആ ഭാഷകൾ ചുണ്ടിൽ വരുത്താൻ പഠിച്ചത്. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത് അല്പം വൈകി 12 വയസ്സിലാണ്. ഇംപ്ലാന്റ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറില്ല. കാരണം അതിലൂടെ ചില ശബ്ദങ്ങൾ ബഹളമായിട്ടാണ് കേൾക്കുക. അത് സഹിക്കാൻ പ്രയാസമാണ്. സൈൻ ലാംഗ്വേജ് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കേൾവിശക്തിയും സംസാരശേഷിയും ഉള്ളവർ ചെയ്യുന്ന ഏതു കഥാപാത്രവും ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തെളിയിക്കണമായിരുന്നു.